ഹേ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹിയ ഡയറീസ്. നമുക്കിന്ന് എൻ്റെ അമ്മയുടെ അടുക്കളത്തോട്ടം ഒന്ന് പരിചയപ്പെടാം. അപ്പം ആദ്യം തന്നെ തക്കാളിത്തോട്ടത്തിൽ നിന്ന് തുടങ്ങിയേക്കാം. ഞങ്ങൾക്കിവിടെ ഒരു 6-7 മൂട് തക്കാളിയാണുള്ളത്. എല്ലാം ഗ്രോ ബാഗിലാണ് നട്ടേക്കുന്നത്. ഇതിന് വളമായിട്ട് ഞങ്ങൾ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും പിണ്ണാക്കുപൊടിയൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. തക്കാളി കൂടാതെ ഇവിടെ തന്നെ ചീരയും കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. ഈ കോളിഫ്ലവറിനും ക്യാബേജിനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ ചൂട് കാലത്ത്. അടുത്തത് നമ്മുടെ കോവലാണ്. കോവയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോവലിന് ഞങ്ങൾ ചാണകപ്പൊടിയും അടുക്കള കമ്പോസ്റ്റും ഒക്കെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. കോവയ്ക്കയ്ക്ക് ഗോമൂത്രം മിക്സ് ചെയ്ത് ഒഴിക്കുന്നത് വളരെ നല്ലതാണ്. കോവലിന് ഈ പുഴുക്കേട് വരാതിരിക്കാനായിട്ട് വേപ്പിൻ പിണ്ണാക്ക് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അടുത്തതാണ് നമ്മുടെ താരം ചീര. ചീര ഇവിടെ ഞങ്ങൾക്ക് ഒരുപാടുണ്ട്. ഞങ്ങൾ കടയിലും എല്ലാവർക്കും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ചീരയ്ക്ക് ഞങ്ങളിവിടെ പിണ്ണാക്കുപൊടിയും ചാണകപ്പൊടിയൊക്കെ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഗോമൂത്രം ഡബിൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നന്നായിട്ട് തഴച്ച് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഞങ്ങളിവിടെ വാഴയുടെ ചൂട്ടിലെല്ലാം ചീര നട്ട് വെച്ചേക്കുവാണ്. പിന്നെ നമ്മളിവിടെ പയർ നട്ടേക്കുവാണ്. ഇത് ഞങ്ങൾ രണ്ടാമത് നട്ടയാണ്. ആദ്യ പ്രാവശ്യം ഒരുപാട് പയറുണ്ടായിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്ക് എടുത്തതിന് ശേഷം കടയിലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പയറിനും നമ്മൾ പിണ്ണാക്കുപൊടിയും ചാണകപ്പൊടിയും പിന്നെ ഷെറാമിലൊക്കെ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ പയർ കൂടാതെ ഇവിടെ കുറേ കരിവേപ്പിലയും പച്ചമുളകും എല്ലാം നട്ടിട്ടുണ്ട്. അടുത്തത് നമ്മുടെ പാവലും പടവലും പയറുമാണ്. ഈ പാവലിനും പടവലത്തിനും പയറിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിണ്ണാക്കുപൊടിയും ചാണകപ്പൊടിയും ഷെറാമിലൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ പയറിനൊക്കെ മുന്നേ ഉണ്ടായാൽ പുകയില കഷായം തളിച്ചു കൊടുത്താൽ മതി. അത് നല്ലതാണ്. പുകയില കഷായം എങ്ങനെ ഉണ്ടാക്കണേന്ന് അറിയേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. പാവലിനും പയറിനും ഒക്കെ നമ്മൾ പേപ്പറും കവറും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പടവലത്തിന് കല്ല് കെട്ടി തൂക്കിയിട്ടിട്ട് അതുപോലെ ഈച്ചശല്യം ഉണ്ടാകാതിരിക്കാനാണ് ഈ മഞ്ഞ ബോർഡ് ഇവിടെ കെട്ടിയിട്ടേക്കുന്നത്. ഇത് ഭയങ്കര പശയാണ്. ഈച്ചയൊക്കെ വന്ന് ഇതിൽ ഒട്ടിയിരിക്കും. ഇതെല്ലാം കൂടാതെ നമുക്കിനി ഇവിടെ വഴുതനങ്ങ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അമ്മയുടെ കുഞ്ഞ് അടുക്കളത്തോട്ടം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.